Hello everybody. MG University BSc Mathematics 5th semester first paper ആയ Mathematical Analysis ന്റെ Module 3 ആണ് Infinite Series. അതിന്റെ ആദ്യത്തെ സെക്ഷൻ ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത് സീരീസ്. Module 2 നമ്മൾ സീക്വൻസ് എന്താണ് പഠിച്ചു. Module 3 സീരീസ് എന്താണെന്ന് പഠിക്കാൻ പോകുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. If x equals sequence xn is a sequence in R, then the series generated by x is the sequence S equal sequence Sk defined by S1 equal x1, S2 equal sum of two terms x1 plus x2, S3 equal sum of three terms x1 plus x2 plus x3, etc. Sn means sum of n terms x1 plus x2 plus etc plus xn. ഇവിടെ n ആണ്, ഇവിടെ k ആ കൊടുക്കുന്നെങ്കിൽ ഇവിടെ sk എന്ന് കൊടുക്കണം കേട്ടോ. The numbers xn are called the terms of the series and the numbers sk are called partial sums of the series. The series ന്റെ terms ആണ് x1 x2 എന്ന് പറയുന്നത് ടേംസ് ആണ്. sk എന്ന് വെച്ചാൽ പാർഷ്യൽ സംസ് ആണ്. ഓക്കെ, ഇഫ് ലിമിറ്റ് s exist then the series is convergent and we called the limit as the sum or the value of the series. We denote this as sigma xn notation ആണ്. അപ്പൊ എന്താ പറഞ്ഞേ, എസ് എന്ന് പറഞ്ഞാൽ സീക്വൻസ് എസ് കെ ആണ്. അതിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താൽ ആ സീരീസ് കറസ്പോണ്ടിങ് സീരീസ് കൺവേർജന്റ് ആയിരിക്കും. അതിന്റെ ലിമിറ്റിനെ നമ്മൾ സം അഥവാ വാല്യൂ എന്ന് വിളിക്കും. എക്സാമ്പിൾ, ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് സീക്വൻസ് r⁻n ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് സീരീസ് സിഗ്മ r⁻n എന്ന് വെച്ചാൽ 1 plus 2 plus 1 plus r plus r square plus etc plus r⁻n plus etc. ഇനി മോഡ് r ലെസ് ദാൻ 1 ആണെങ്കിൽ സിഗ്മ r⁻n കൺവേർജസ് ടു 1 മൈനസ് 1 ബൈ r. ജോമെട്രിക് സീരീസ് അല്ലേ, ജോമെട്രിക് പ്രോഗ്രഷനിലെ ഇൻഫിനിറ്റ് സീരീസിന്റെ സം എന്താണ്, a ബൈ 1 മൈനസ് r. അപ്പൊ a ഇവിടെ 1 ആണ്. അപ്പൊ അങ്ങനെയാണ് ഇത് പറഞ്ഞത്, എന്താ, മോഡ് r ലെസ് ദാൻ 1 ആകുമ്പോഴേക്കും. അപ്പൊ അതിന്റെ ഒരു പ്രൂഫ് പോലെ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. SN-ന് 1 പ്ലസ് ആർ പ്ലസ് എക്സെട്ര പ്ലസ് r⁻n. അപ്പൊ ഒരു 1 മൈനസ് ആർ കൊണ്ട് ഇൻറ്റു ചെയ്യുക, SN ഇൻറ്റു 1 മൈനസ് ആർ. അപ്പൊ ഈ റൈറ്റ് സൈഡിൽ എന്തോ 1 മൈനസ് ആർ കൊണ്ട് ഇൻറ്റു ചെയ്യും. ഇനി എക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ 1 ഇൻറ്റു 1 1 ഇൻറ്റു മൈനസ് ആർ, ആർ ഇൻറ്റു 1 ആർ ഇൻറ്റു മൈനസ് ആർ, അങ്ങനെ ചെയ്ത് ആർ സ്ക്വയർ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് വെട്ടിപ്പോവും. ബാക്കി 1 മൈനസ് r⁻n പ്ലസ് 1. അപ്പൊ SN എന്തുമായിരിക്കും, ഈ 1 മൈനസ് ആർ ഇപ്പുറത്ത് പോയി താഴെ പോകും. അതായത് SN ഈക്വൽ 1 മൈനസ് r⁻n പ്ലസ് 1 ഡിവൈഡ് ബൈ 1 മൈനസ് ആർ. സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ 1 ബൈ 1 മൈനസ് ആർ മൈനസ് r⁻n പ്ലസ് 1 ബൈ 1 മൈനസ് ആർ. ഓക്കെ, ഈ ടേം ലെഫ്റ്റിൽ കൊണ്ടുവരുമ്പോൾ എന്താ കിട്ടും, SN മൈനസ് 1 ബൈ 1 മൈനസ് ആർ ഈക്വൽ മൈനസ് r⁻n പ്ലസ് 1 ബൈ 1 മൈനസ് ആർ. ഓക്കെ, രണ്ട് സൈഡിലും സിഗ്മ മോഡുലസ് എടുത്ത് മോഡ് SN മൈനസ് 1 മൈനസ് ആർ ഈക്വൽ ടു എന്ത് വരും, മോഡ് r⁻n പ്ലസ് 1 ബൈ 1 മൈനസ് ആർ. ഓക്കെ, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് r⁻n മൈനസ് n പ്ലസ് 1. ഓക്കെ, മൊത്തത്തിൽ മോഡുലസ് ഉണ്ട്, ഓരോന്നിനും കൊടുക്കുമ്പോൾ എന്തോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അങ്ങനെ ഇത് എഴുതാം. ഇനി എന്താ, r ലെസ് ദാൻ 1 ആയതുകൊണ്ട് മോഡ് r⁻n പ്ലസ് 1 എന്തോ ടെൻസ് ടു 0 ആയിരിക്കും. അപ്പൊ ദിസ് ടേം ടെൻസ് ടു 0. അതായത് SN എന്ന് പറയുന്നത് ടെൻസ് ടു 1 ബൈ 1 മൈനസ് ആർ. അതെന്താ, സിഗ്മ r⁻n ഈക്വൽ ടു 1 ബൈ 1 മൈനസ് ആർ. അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. മോഡ് r ലെസ് ദാൻ 1 ആണെങ്കിൽ സിഗ്മ r⁻n കൺവേർജസ് ടു 1 ബൈ 1 മൈനസ് ആർ. അതാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി ഒരു വേറൊരു എക്സാമ്പിൾ, സിഗ്മ -1 raised to n ഈസ് ഡൈവേർജന്റ്.
അപ്പൊ എസ് എന്നിന്റെ ടേം അങ്ങനെ nth ടേം വരെയുള്ള സം. ഫസ്റ്റ് ടേം -1, സെക്കൻഡ് ടേം 1, തേർഡ് ടേം -1, അങ്ങനെ nth ടേം നമുക്ക് അറിയത്തില്ല. ഓഡ് ആണെങ്കിൽ -1, ഈവൻ ആണെങ്കിൽ 1 അതറിയത്തില്ല. അപ്പം എന്താ -1 +1 പ്ലസ് -1 പ്ലസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് -1 ഓക്കെ. അപ്പൊ നോക്കി എസ് എൻ ഓഡ് ആണെങ്കിൽ ഇപ്പൊ ഒറ്റ ടേമിനുള്ളെങ്കിൽ എന്തോ -1. 3 ടേം ആണെങ്കിലോ -1ഉം 1ഉം വെട്ടിപ്പോയി ബാക്കി ഒരു -1. അങ്ങനെ ഓഡ് ടേം ആണെങ്കിൽ എപ്പോഴും -1. ഈവൻ ടേം ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിപ്പോയി 0 എന്ന് കിട്ടും. അപ്പൊ എസ് എൻ ഈസ് ഇക്വൽ ടു -1 ഇഫ് എൻ ഈസ് ഓഡ്, 0 ഇഫ് എൻ ഈസ് ഈവൻ. അപ്പൊ എസ് എന്താ യഥാർത്ഥത്തിൽ -1 0 -1 0. നമുക്കറിയാം എന്തോ ഇതൊരു ഡൈവർജന്റ് സീക്വൻസ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് തന്നേക്കുന്നതും ഡൈവർജന്റ് ആയിരിക്കും. അപ്പൊ ഓർത്തിരിക്കുക, നമുക്ക് സീരീസ് തന്നാൽ അതിനെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എന്നും പറയരുത്. ആ സീക്വൻസ് കൺവർജന്റ് ആണെങ്കിൽ സീരീസ് കൺവർജന്റ് ആയിരിക്കും ഇഫ് ആൻഡ് ഓൺലി. അതുപോലെ ഡൈവർജന്റിനും അതുപോലെയാണ്. അപ്പൊ നെസസറി കണ്ടീഷൻ ഫോർ ദ കൺവർജൻസ് ഓഫ് സീരീസ്, ഒരു സീരീസിന്റെ കൺവർജൻസിനെ കുറിച്ചുള്ള നെസസറി കണ്ടീഷൻ. പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിക്കുന്നത് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ നെസസറി കണ്ടീഷൻ ഫോർ കൺവർജൻസ് ഓഫ് സീരീസ്, അല്ലെങ്കിൽ ചോദിക്കുന്നത് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് nth ടേം ടെസ്റ്റ്. അപ്പൊ എന്താണ്? ഇഫ് ദ സീരീസ് സിഗ്മ xn കൺവർജസ് ദെൻ ലിമിറ്റ് xn ഈക്വൽ ടു 0. ഒരു സീരീസ് കൺവർജന്റ് ആണെങ്കിൽ അതിന്റെ nth ടേമിന്റെ ലിമിറ്റ് 0 ആയിരിക്കും. ഓക്കെ, പ്രൂഫ് നോക്കിയേ. അസ്യൂം ദാറ്റ് സിഗ്മ xn കൺവർജസ്. അപ്പൊ സിഗ്മ xn ഒരു ലിമിറ്റ് കാണും, അതിനെ എസ് എന്ന് വിളിച്ചു. സീരീസിന്റെ ലിമിറ്റിനെ നമ്മൾ സം എന്നാ വിളിക്കുന്നത്. അപ്പൊ ലെറ്റ് സിഗ്മ xn ഈസ് ഈക്വൽ ടു എസ്. ലെറ്റ് സീക്വൻസ് Sn ബി ദ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ഓഫ് സിഗ്മ x. അപ്പൊ Sn എന്താ? x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn. അപ്പൊ അതിന് തൊട്ടുമുള്ള ടേം എന്തോ? അത്രയെണ്ണത്തിനെ നമുക്ക് എന്തോ വിളിക്കാം? Sn-1 പ്ലസ് xn. ഇതുകൂടെ അപ്പുറത്ത് പോകുമ്പോൾ എന്തോ? Sn മൈനസ് Sn-1 ഈക്വൽ xn. എല്ലായിടത്തും ലിമിറ്റ് കൊടുക്കുമ്പോൾ ലിമിറ്റ് Sn മൈനസ് ലിമിറ്റ് Sn-1 ഈക്വൽ ടു ലിമിറ്റ് xn. ലിമിറ്റ് Sn s ആണ്, ലിമിറ്റ് Sn-1ന്റെ ലിമിറ്റ് s ആണ്. അപ്പൊ s മൈനസ് s ഇസിക്കൽ ലിമിറ്റ് xn. അപ്പൊ ലിമിറ്റ് xn ഈക്വൽ ടു 0. അപ്പൊ ഒരു സീരീസ് കൺവർജന്റ് ആണെങ്കിൽ അതിന്റെ nth ടേമിന്റെ ലിമിറ്റ് 0 ആയിരിക്കും. ഇമ്പോർട്ടന്റ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത കോഷി ക്രൈറ്റീരിയൻ ഫോർ സീരീസ്. നമ്മൾ സീക്വൻസിനകത്ത് കോഷി കൺവർജൻസ് ക്രൈറ്റീരിയ പഠിച്ചായിരുന്നു. ഇവിടെ കോഷി ക്രൈറ്റീരിയൻ ഫോർ സീരീസ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അത് ശരിക്കും വായിക്കണം. അത് സീരീസിന്റെ ആണോ സീക്വൻസിന്റെ ആണോ അതുപോലെ തന്നെ ഫംഗ്ഷന്റെ ആണോ? അടുത്ത മോഡ്യൂൾ ഫംഗ്ഷനെ കുറിച്ച്. അപ്പൊ ഇവിടെ കോഷി സീക്വൻസ് ഫോർ സീരീസ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സിഗ്മ xn converges if and only if for every epsilon greater than 0 there exists a natural number m such that if m comma n greater than or equal to n, then mod sn minus sm minus sn equal to modulus of xn plus 1 plus xn plus 2 plus etc plus xm less than epsilon. If and only if theorem ആണ്. അപ്പൊ പരീക്ഷയ്ക്ക് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് കോഷി ക്രൈറ്റീരിയൻ ഫോർ സീരീസ് എന്ന് വയ്ക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ഫോർ ദ കൺവർജൻസ് ഓഫ് എ സീരീസ്. ഇഫ് ആൻഡ് ഓൾ ഇഫ് തിയറം എന്ന് വെച്ചാൽ നെസസറി ആൻഡ് സഫിഷ്യന്റ് അങ്ങോട്ട് ഇങ്ങോട്ട് ശരിയാ, അല്ലെങ്കിൽ ക്യാരക്ടറൈസ് എന്നും ചോദിക്കാം. ക്യാരക്ടറൈസ് ദ കൺവർജൻസ് ഓഫ് എ സീരീസ് പല രീതിയിൽ ചോദിക്കാമേ. അപ്പൊ എന്താണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ്? സിഗ്മ xn കൺവർജസ് ഇഫ് ആൻഡ് ഓൺലി. ഏതൊരു എപ്സിലോൺ തന്നാലും ഒരു നാച്ചുറൽ നമ്പർ m കണ്ടുപിടിക്കാൻ സാധിക്കും. ആ എമ്മിന് ശേഷമുള്ള, ഇവിടെ m ആണ് കേട്ടോ, എമ്മിന് ശേഷമുള്ള ഏതൊരു m, n എടുത്താലും sm മൈനസ് snന്റെ മോഡുലസ് എന്ന് പറയുന്നത് ഈക്വൽ ടു മോഡ് xn പ്ലസ് 1 പ്ലസ് എക്സെട്ര xm ലെസ് ദാൻ എപ്സിലോൺ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൂവ് ചെയ്യണം. അപ്പൊ ആദ്യം അസ്യൂം സിഗ്മ xn കൺവർജസ്, അതിനെ s എന്ന് വിളിച്ചു.
അതിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എസ് എൻ x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് എൻ എന്നും എസ് എൻ ടെൻസ് ടു എസ് ആണ്. ഇനി എസ് എം കൂടെ എഴുതും. എസ് എമ്മിന്റെ ലിമിറ്റും എസ് ആണ്. അപ്പൊ മോഡ് എസ് എൻ മൈനസ് എസ് എൻ എന്തുവാ? എസ് എം ഇതാണ്, എസ് എൻ ഇതാണ്. അപ്പൊ മൈനസ് ചെയ്യുമ്പോൾ x1 x2 x2. ഇവിടെ എസ് എം ആണ് വലുത്. അപ്പൊ ഇവിടെ എന്തോ എക്സ് എൻ ചെറുതല്ലേ എന്ത് ടൈം. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ എന്തോ ഉണ്ട്? x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് എൻ പ്ലസ് എക്സ് എൻ പ്ലസ് 1 പ്ലസ് എക്സെട്ര എക്സ് എം. ഇത് മൈനസ് ചെയ്യുമ്പോൾ ബാലൻസ് വരുന്നത് എക്സ് എൻ പ്ലസ് 1 പ്ലസ് എക്സ് എൻ പ്ലസ് 2 പ്ലസ് എക്സെട്ര എക്സ് എം. ഓക്കെ. ഇനി എസ് എന്നിന്റെ ലിമിറ്റും എസ് ആണ്, എസ് എമ്മിന്റെ ലിമിറ്റ് എസ് ആണ്. അതുകൊണ്ട് ഏതൊരു എപ്സിലോൺ തന്നാലും ഒരു നാച്ചുറൽ നമ്പർ എം കണ്ടുപിടിക്കാൻ സാധിക്കും. മോഡ് എസ് എൻ മൈനസ് എസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2, മോഡ് എസ് എം മൈനസ് എസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. നമുക്ക് എന്തോ എഴുതാം? ഈ ടേം മോഡ് എസ് എം മൈനസ് എക്സ് എൻ ഈസിക്കൽ ടു എന്താ മൈനസ് എസ് പ്ലസ് എസ് ചെയ്യാം. അപ്പം ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ എന്ന് കിട്ടി. അപ്പൊ എന്താ കിട്ടി? ദിസ് ഈക്വൽ ടു ദിസ് ലെസ് ദാൻ എപ്സിലോൺ. അതായിരുന്നു ഇഫ് ആൻഡ് ഓൾ ഇഫിന്റെ ആദ്യത്തെ കണ്ടീഷൻ. ഇനി തിരിച്ച് പ്രൂവ് ചെയ്യാം. Assume that for every epsilon greater than 0 there exists m element of n such that if m comma n greater than or equal to m, then mod sm minus sn equal to this less than epsilon. ഓക്കെ, ഇത്രയും അസ്യൂം ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കി. ഫിക്സ് n ആൻഡ് ടെൻഡിങ് m to infinity. n അവിടെ ഫിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് m ഇൻഫിനിറ്റിയിലോട്ട് ടെൻഡ് ചെയ്തു. അപ്പൊ എസ് എമ്മിന്റെ ലിമിറ്റ് നമുക്കറിയാം എസ്. അപ്പൊ എസ് എമ്മിന്റെ അവിടെ എസ് ആവും. അപ്പൊ മോഡ് എസ് എൻ മൈനസ് എസ് ലെസ് ദാൻ എപ്സിലോൺ. അതിന്റെ അർത്ഥം എന്തുവാ? യഥാർത്ഥത്തിൽ കൺവെർജൻസിന്റെ ഡെഫിനിഷൻ ആയില്ലയോ? അപ്പൊ എസ് എന്നിന്റെ ലിമിറ്റ് എസ് ആണ്. എസ് എൻ എന്തുവാ? സിഗ്മ എക്സ് എൻ. അപ്പൊ സിഗ്മ എക്സ് എൻ ഈസിക്കൽ ടു എസ്. അതായത് സിഗ്മ എക്സ് എൻ കൺവെർജന്റ് ആണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടി. ഇഫ് ആൻഡ് ഓൾ ഇഫ് തിയറം ആയിരുന്നു. ഓക്കെ, അടുത്ത തിയറം നോക്കിക്കേ. Let sequence xn be a sequence of non-negative real numbers. Then the series sigma xn converges if and only if the sequence sk of partial sum is bounded. In this case, sigma xn equal to limit sk is equal to supremum sk. അപ്പൊ എന്താ പറഞ്ഞ ഇത് ഒരു ഇഫ് ആൻഡ് ഓൾ ഇഫ് തിയറം. അപ്പൊ ഇതും എന്താ ക്യാരക്ടറൈസ് ദ കൺവെർജൻസ് ഓഫ് സീരീസ് അഥവാ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ഫോർ ദ കൺവെർജൻസ് ഓഫ് എ സീരീസ്. അങ്ങനെ ചോദിക്കാം മുമ്പത്തെ ക്വസ്റ്റ്യൻ പോലെ. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് പറഞ്ഞേ? സീക്വൻസ് എക്സ് എൻ സീക്വൻസ് ഓഫ് നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ സിഗ്മ എക്സ് എൻ കൺവെർജസ് ഇഫ് ആൻഡ് ഓൾ ഇഫ് അതിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ബൗണ്ടഡ് ആണ്. ആ കേസിൽ അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് സുപ്രീമം വാല്യൂ ആയിരിക്കും. ഓക്കെ, പ്രൂഫ് നോക്കാം. Let sequence xn be a sequence of non-negative real numbers. The sequence of partial sums are formed by s1 equal x1, s2 equal x1 plus x2, etc. അങ്ങനെ കൊടുത്ത് sn എന്ന് വെച്ചാൽ ആദ്യത്തെ n ടേംസിന്റെ സം. അപ്പൊ എന്താ ഓരോന്നും നോൺ നെഗറ്റീവ് അല്ലേ? നോൺ നെഗറ്റീവ് എന്ന് വെച്ചാൽ നെഗറ്റീവ് അല്ല, പോസിറ്റീവോ സീറോ വരാം. അപ്പൊ x1ന്റെ കൂടെ ഒരു പോസിറ്റീവ് നമ്പർ കൂടെ വരുന്ന x1 പ്ലസ് x2 ആയ s2. അപ്പൊ തീർച്ചയായിട്ടും എന്താ പറയാ s1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു s2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു sn എന്ന് പറയാമല്ലോ. അതായത് മൊണോട്ടോൺ ഇൻക്രീസിങ് സീക്വൻസ് ആണെന്ന് കിട്ടി. ബൈ മൊണോട്ടോൺ കൺവെർജൻസ് തിയറം s ഈസ് കൺവെർജന്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് s ഈസ് ബൗണ്ടഡ്. പക്ഷെ എസിന്റെ അവിടെ എന്തോ കൊടുക്കാം? സിഗ്മ എക്സ് എൻ. സിഗ്മ എക്സ് എൻ ഈസ് കൺവെർജന്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് s ഈസ് ബൗണ്ടഡ്. അവിടെ തന്നെ മൊണോട്ടോൺ കൺവെർജൻസ് തിയറത്തിൽ തന്നെ പറയുന്നുണ്ട് സുപ്രീമം വാല്യൂ ഇൻക്രീസിങ് ആണെങ്കിൽ. അപ്പൊ സിഗ്മ എക്സ് എൻ ഈസിക്കൽ ടു എന്താ? സിഗ്മ 1 ടു ഇൻഫിനിറ്റി അല്ലേ? അപ്പൊ അതിനെ എന്തോ എഴുതാം? 1 ടു എന്നിന്റെ ലിമിറ്റ് ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എസ് എൻ ഈക്വൽ ടു സുപ്രീമം വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് പഠിച്ചു വെക്കണേ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആദ്യം കണ്ട sigma r raised to n converges if
mod r less than 1 and diverges if mod r greater than or equal to 1. അതായത് mod r less than 1 ആണെങ്കിൽ സിഗ്മ r raised to n കൺവേർജസ് ആണ്. mod r ഈക്വൽ ടു 1 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാനോ 1 ആണെങ്കിൽ നമുക്ക് പറയാം സിഗ്മ r raised to n ഡൈവേർജസ് ആണ്. അതായത് നോക്കി നമ്മൾ ഓൾറെഡി ഒരു പാർട്ട് ചെയ്തു. അപ്പൊ അത് ഇവിടെ ചെയ്താണ് കണ്ടോ. ഇഫ് മോഡ് ആർ ലെസ് ദാൻ 1 സിഗ്മ r raised to n എന്ന് പറയുന്നത് 1/1 മൈനസ് r എന്നാണ്. അപ്പൊ അത് കൺവേർജന്റ് ആണ്. ഇനി മോഡ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താ പറയാ, then limit r raised to n not equal to 0 by theorem converges ആണെങ്കിൽ സിഗ്മ ലിമിറ്റ് എക്സ് എൻ ഈക്വൽ ടു 0. ഈ തിയറം വെച്ച് എന്താ പറയാ, ഇതിന്റെ ലിമിറ്റ് 0 അല്ലാത്തത് കൊണ്ട് ഇത് കൺവേർജന്റ് അല്ല. സിഗ്മ r raised to n കൺവേർജന്റ് അല്ല. എന്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞേ, മോഡ് ആർ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. അതായത് ആറിന്റെ വാല്യൂ എപ്പോഴും 1നേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ -1നേക്കാൾ കുറവായിരിക്കും. അപ്പൊ ഒരിക്കലും r raised to n 0 ആകത്തില്ല. അതിന്റെ ലിമിറ്റ് 0 ആകത്തില്ല. അപ്പൊ എന്ത് ടേം ടെസ്റ്റ് വെച്ച് എന്താ പറയാം, അവിടെ പറയുന്നത് കൺവേർജന്റ് ആണെങ്കിൽ എന്ത് ടേം 0ലോട്ട് പോകുന്നു. അപ്പൊ തിരിച്ചെന്ത് പറയാം, എന്ത് ടേം 0ലോട്ട് പോകുന്നില്ല എങ്കിൽ കൺവേർജന്റ് അല്ല എന്ന് പറയാം. ഇവിടെ എന്ത് ടേം 0ലോട്ട് പോകുന്നില്ല, അതുകൊണ്ട് കൺവേർജന്റ് അല്ല. അപ്പൊ സിഗ്മ r raised to n കൺവേർജന്റ് അല്ല. അതായത് സിഗ്മ r raised to n diverges if mod r greater than or equal to 1. ഓക്കെ, അടുത്ത സിഗ്മ 1/n ഡൈവേർജസ് ആണ്. സിഗ്മ 1/n പേരാണ് ഹാർമോണിക് സീരീസ്. അപ്പൊ അത് ഡൈവേർജന്റ് ആണെന്ന് കാണിക്കാൻ എക്സ് എൻ ഈക്വൽ 1 plus 1/2 plus etc plus 1/n be the nth term of the sequence of partial sums of sigma 1/n. Clearly it is an increasing sequence അല്ലേ. ഫസ്റ്റ് ടേം 1 ആണ്, സെക്കൻഡ് ടേം എന്ത് 1 plus 1/2, അടുത്ത എന്തോ 1 plus 1/2 plus 1/3, അങ്ങനെ കൂടി വരികയാണ്. അപ്പൊ ക്ലിയർലി ഇറ്റ് ഈസ് ആൻ ഇൻക്രീസിങ് സീക്വൻസ്. അങ്ങനെയാണെങ്കിൽ എക്സ് 2 power n എന്തോ വരും, എക്സ് എൻ എന്ന് വെച്ചാൽ എന്താ 1 plus 1/2 plus etc plus 1/n. അപ്പൊ എക്സ് 2 raised to n എന്തോ 1 plus 1/2 plus etc plus 1/2 raised to n എന്നാ കിട്ടണ്ടേ. അപ്പൊ ഇവിടെ ചെയ്തേക്ക് നോക്കി 1 plus 1/2. ഇനി ഈ ഡിനോമിനേറ്റർ 2ന്റെ പവർ വരുന്ന രീതിയിലൊക്കെ നമ്മൾ ബ്രാക്കറ്റ് ചെയ്യും. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അടുത്ത എന്തോ 1/2 ഇവിടെ നിന്നു, അടുത്ത 1/3 1/4 ഒരു ബ്രാക്കറ്റ്, അടുത്ത എന്തോ 1/5 1/6 1/7 1/8 അത്ര ഒരു ബ്രാക്കറ്റ്, അടുത്ത എന്തോ 1/9 തൊട്ട് 1/16 വരെ അടുത്ത ബ്രാക്കറ്റ്. അങ്ങനെ പോയി ബാക്കി ലാസ്റ്റ് ബ്രാക്കറ്റ് വരുന്നുണ്ടോ 1/2 raised to n minus 1 plus etc plus 1/2 raised to n. അപ്പൊ നോക്കിക്കേ ഓരോ ബ്രാക്കറ്റും ഇവിടെ 1 plus 1/2, ഇതെന്താ 1/3 greater than 1/4, ഇത് 1/4 അതുപോലെ. അടുത്ത എന്തോ 4 ടേം ഉണ്ട്, അവിടെ എന്തോ 1/5 1/6 1/7 1/8. അപ്പൊ ഓരോ ടേമും ഗ്രേറ്റർ ദാൻ 1/8. ആ 4 അങ്ങനെ എഴുതാം. ഓക്കെ, അപ്പൊ ആ രീതി എഴുതുമ്പോ ഓരോ ബ്രാക്കറ്റിലും 1/2 എന്നാണ് കിട്ടുന്നത് കണ്ടോ. 1/4 plus 1/2 1/4 1/2 ആണ്, അങ്ങനെ എല്ലാം കിട്ടുന്നത്. അപ്പൊ 1 plus 1/2 plus etc plus 1/2, അതായത് 1 plus n/2. അപ്പൊ എന്തോ കിട്ടി, അൺബൗണ്ടഡ് ആണെന്ന് കിട്ടി അല്ലെ. n വേരി അനുസരിച്ച് മാറി, അപ്പം ബൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല, അൺബൗണ്ടഡ് ആണ്. അപ്പൊ മൊണോട്ടോൺ കൺവെർജൻസ് തിയറം വെച്ച് എന്ത് പറയാം, അൺബൗണ്ടഡ് ആണെങ്കിൽ ഡൈവേർജന്റ് ആണ്. അപ്പം ഇറ്റ് ഈസ് ഡൈവേർജന്റ്, അതായത് സിഗ്മ 1/n ഡൈവേർജസ്. ഇനി സിഗ്മ 1/n² കൺവേർജന്റ്, അതാണ് 2 സീരീസ് എന്ന് പറയുന്നത്. അപ്പൊ ദ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം SK ഈസ് ക്ലിയർലി മൊണോട്ടോൺ, അറിയാമല്ലോ മൊണോട്ടോൺ ആണ്. ഇനി SK എന്തുമായിരിക്കും 1 plus 1/2² plus 1/3² plus etc plus 1/k². We have to show that some subsequence of sequence SK is bounded. അതിനു വേണ്ടി if k1 is equal to 2 power 1 minus 1 equal to 1, അങ്ങനെയാണെങ്കിൽ SK1 എന്തുവാ S1 equal to 1. ഇനി K2 ആയിട്ട് 2² - 1, അതായത് 3. അതായത് SK2 എന്ന് പറയുന്നത്
S3 എന്ന് വെച്ചാൽ എന്തോ ഇത്ര. അപ്പൊ അത് ചെയ്തേക്കുന്ന നോക്കി 1 പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് 1/3 സ്ക്വയർ. അത് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ എന്താ 1 പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് 1/2 സ്ക്വയർ. ഓക്കെ, പറയാമല്ലോ. 1/3 സ്ക്വയറിനേക്കാൾ വലുതാണ് 1/2 സ്ക്വയർ, അതുകൊണ്ടാണ് ഇവിടെ ലെസ് ദാൻ. അപ്പൊ ഇത് ചെയ്യുമ്പോൾ എന്തോ 2/2 സ്ക്വയർ, അതായത് 1/2, 1 പ്ലസ് 1/2. ഇനി K3 ആയിട്ട് എന്തോ 2 ക്യൂബ് മൈനസ് 1, അതായത് 7. അപ്പൊ K3 എന്ന് പറയുന്നത് എന്തോ S7 ആണ്, അതായത് SK2ന്റെ കൂടെ ബാക്കിയുള്ളത് 1/4 സ്ക്വയർ പ്ലസ്. നോക്കി ഇവിടെ ആയപ്പോൾ 1/2 സ്ക്വയർ പ്ലസ് 1/3 സ്ക്വയർ എന്നാ, അതായത് 1/4 സ്ക്വയറിന് മുമ്പുള്ളത്. അതുപോലെ ഇവിടെ 1/8 സ്ക്വയറിന് തൊട്ട് മുമ്പുള്ളത്, അങ്ങനെ എഴുതി. അപ്പൊ ഇത് ഓരോന്നും എന്ത് ലെസ് ദാൻ 1/4 സ്ക്വയർ. അപ്പൊ 1 പ്ലസ് 1/2 പ്ലസ് എക്സെട്ര 1 പ്ലസ് 2 സ്ക്വയർ. അപ്പൊ അങ്ങനെ റിപ്പീറ്റ് ചെയ്താൽ എന്താ KJ = 2⁻j−1 ആണെങ്കിൽ KJ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 പ്ലസ് 1/2 പ്ലസ് എക്സെട്ര പ്ലസ് 1/2⁻j−1. അതിന്റെ സീക്വൻസ് ടേംസ് എന്ന് പറയുന്നത് ജോമെട്രിക് സീരീസിന്റെ R = 1/2 അല്ലേ. അപ്പൊ അതെന്തോ 1a/1 - r. അപ്പൊ 1/1 - 1/2, അതായത് 2. അതായത് എന്തോ കിട്ടി, ഇത് ലെസ് ദാൻ 2 എന്ന് കിട്ടി. എന്ന് വെച്ചാൽ ഈ ടേംസ് ഇൻഫിനിറ്റ് ആയിട്ട് പോയാൽ പോലും 2 ആ കിട്ടുന്നത്. അപ്പൊ ഇത് ഫൈനൈറ്റ് ടൈം ഉള്ളൂ, അതിന്റെ കുറച്ച്, അപ്പൊ തീർച്ചയായിട്ടും അത് 2-നേക്കാൾ കുറവായിരിക്കും. അപ്പൊ എന്താ പറയാ, ബൗണ്ടഡ് ആണെന്ന് പറയാം. അപ്പൊ മോണോട്ടോൺ കൺവെർജൻസ് തിയറം വെച്ച് എന്താ പറയാ, ബൗണ്ടഡ് ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കൺവെർജന്റ്. അപ്പൊ σ1/n² കൺവെർജന്റ്. അപ്പൊ ഇപ്പം പറഞ്ഞതിന്റെ എല്ലാം കൂടെ ഒരു ജനറൽ കേസാ പി സീരീസ് എന്ന് പറയുന്നത്. P series σ1/n⁻p converges when p greater than 1 and diverges when p 0 less than or equal to p less than or equal to 1. അപ്പൊ നോക്കിയേ, p യുടെ വാല്യൂ 1-നേക്കാൾ കൂടുതലാണെങ്കിൽ 1/n⁻p യുടെ സിഗ്മ എന്ന് പറയുന്നത് കൺവെർജസ് ആണ്. p എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയ്ക്കാണെങ്കിൽ 1ഉം ഇൻക്ലൂഡഡ് ആണെങ്കിൽ നമുക്ക് പറയാം എന്താ, ഡൈവേർജന്റ്. അപ്പൊ വേറൊരു രീതിയിൽ പറയാം, the p series convergent if and only if p greater than 1. അപ്പൊ കേസ് 1, assume that p greater than 1. ഓക്കെ, നമുക്കറിയാം ഇതൊരു മോണോട്ടോൺ സീക്വൻസ് ആണ്. Since the partial sums are monotone, it is sufficient to show that some subsequence is bounded. മുമ്പേ ചെയ്തതിൻ്റെ തൊട്ട്. അപ്പൊ K1 ആയിട്ട് മുമ്പേ ചെയ്ത പോലെ, മുമ്പേ നമ്മള് σ1/n² ചെയ്തില്ലേ, SK1 SK2, അതേപോലെ തന്നെ ഇവിടെ 2 സ്ക്വയറിന് വരെ 2p ആവും, p ടെസ്റ്റ് ആയതുകൊണ്ട്. SK1 = 1, SK2 = 1 plus 1/2p plus 1/3p, which less than 1 plus 1/2p plus 1/2p. മുമ്പേ ചെയ്തതിന്റെ കൂട്ടേ ഉള്ളൂ, സ്ക്വയറിന്റെ അവിടെ p ആയി. അപ്പൊ ഇങ്ങനെ എഴുതി. അതുപോലെ K3 റിപ്പീറ്റിംഗ് ലൈക്ക് ദിസ്, 0 less than SKJ, അത് ലെസ് ദാൻ 1 plus 1/2p - 1 plus 1/2p - 1 the whole square plus etc 1/2p - 1 j-1. അപ്പൊ 6 എന്ന് പറയുന്നത് ജോമെട്രി പ്രോഗ്രഷൻ ആയിട്ട് എടുക്കുമ്പോൾ 6 എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ജോമെട്രിക് പ്രോഗ്രഷൻ 1/1 - r. അപ്പൊ അത് ബൗണ്ടഡ് ആണെന്ന് കിട്ടി. ഓക്കെ, ദിസ് ടേം ലെസ് ദാൻ ഇങ്ങനെ കിട്ടി, ബൗണ്ടഡ്. അപ്പൊ മോണോട്ടോൺ കൺവെർജൻസ് തിയറം വെച്ച് കൺവെർജന്റ് ആണെന്ന് പറയും. അപ്പൊ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ കൺവെർജന്റ്. ഇനിയും 0ക്കും 1നും ഇടയ്ക്കാണെങ്കിൽ we have n⁻p less than or equal to n, 0 less than or equal to p less than or equal to 1. അതായത് റൂട്ട് ഒക്കെ വരുന്നതാകുമ്പോ എന്തോ 2-നേക്കാൾ ചെറുതായിരിക്കുമല്ലോ 2ന്റെ റൂട്ട് 2, അതിനേക്കാൾ ചെറുതായിരിക്കുമല്ലോ ക്യൂബിക് റൂട്ട് ഓഫ് 2. അതാണ് n⁻p less than or equal to n ആയിരിക്കും എപ്പോഴാണ്, p 0ക്കും 1നും ഇടയ്ക്കാണ്. അപ്പൊ റെസിപ്രോക്കൽ വരുമ്പോൾ 1/n less than or equal to 1/n⁻p. The partial sums of harmonic series are not bounded. ഇത് നമ്മൾ ഹാർമോണിക് സീരീസിന്റെ പാർഷ്യൽ സം, അത് ബൗണ്ടഡ് അല്ല. അപ്പൊ തീർച്ചയായിട്ടും അതിനേക്കാൾ വലുതായ ഇതും ബൗണ്ടഡ് ആവത്തില്ല. അപ്പൊ മോണോട്ടോൺ കൺവെർജൻസ് തിയറം വെച്ചിട്ട് ഡൈവേർജന്റ് ആയിരിക്കും. ഓക്കെ, അടുത്ത ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ്.
സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി -1 റൈസ് ടു n പ്ലസ് 1 ബൈ n. അതിനെയാണ് ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ്. അത് കൺവേർജന്റ് ആയിരിക്കും. ഇപ്പൊ അതിന്റെ ടേം നോക്കി 1 മൈനസ് 1/2 പ്ലസ് 1/3 മൈനസ് 1/4 പ്ലസ് എക്സെട്ര. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി നോക്കി S2n എന്നായിട്ട് അല്ലെ. ഈവൻ ടേം ആകുമ്പോ എന്തുവാ, അതിന്റെ കോഎഫിഷ്യന്റ് മൈനസ് ആ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എടുത്ത് S2n. അപ്പൊ എന്താ 1 മൈനസ് 1/2 പ്ലസ് 1/3 മൈനസ് 1/4 പ്ലസ് എക്സെട്ര പ്ലസ് 1/2n മൈനസ് 1 മൈനസ് 1/12. അപ്പൊ രണ്ടെണ്ണം വീതം ബ്രാക്കറ്റ് എടുത്തു. ഇത് നോക്കി, ഓരോ ബ്രാക്കറ്റും കഴിഞ്ഞിട്ട് പ്ലസ്, അടുത്ത ബ്രാക്കറ്റ് പ്ലസ് അല്ലേ, ഓരോ ബ്രാക്കറ്റും എന്ത് പോസിറ്റീവ് നമ്പറാണ്. അപ്പം കൂടി കൂടി വരും. അതായത് സീക്വൻസ് S2n ഇൻക്രീസിങ് ആണ്. ഇനി S2n പ്ലസ് 1 എന്തുമായിരിക്കും? 2n പ്ലസ് 1 ഓഡ് ആയതുകൊണ്ട് ഓഡിന്റെ അവിടെ പ്ലസ് ആ വരുന്നത്. അപ്പൊ നമ്മൾ ചെയ്തേക്ക് നോക്കി, ആദ്യത്തെ ടേം അവിടെ വെച്ചിട്ട് 2 3 ബ്രാക്കറ്റ് ഇട്ടു. അപ്പൊ 2 3 ബ്രാക്കറ്റ് ഇട്ടാൽ മൈനസ് കോമൺ എടുത്താൽ എന്ത് 1/2 മൈനസ് 1/3 എന്നല്ലേ. അതാ ഇവിടെ എടുത്തത്. പിന്നെ ഇവിടെ മൈനസ് കോമൺ എടുത്താൽ ഇങ്ങനെ പോകും. അപ്പൊ ഇവിടെ എന്തുവാ 1. ഇതൊരു ഓരോ ബ്രാക്കറ്റിലും പോസിറ്റീവ് നമ്പർ. അപ്പൊ 1നേക്കാൾ കുറച്ച് കുറഞ്ഞു, വീണ്ടും കുറഞ്ഞു, വീണ്ടും കുറഞ്ഞു പോകും. അതായത് ഓഡ് ടേമിന്റെ സീക്വൻസ് S2n പ്ലസ് 1 ഡിക്രീസിങ് ആണ്. തീർച്ചയായിട്ടും നമുക്ക് പറയാം ഈ രണ്ട് സീക്വൻസും 0യ്ക്കും 1നും ഇടയ്ക്കാണ്. അല്ലേ? 0യ്ക്കും 1നും ഇടയ്ക്കാണ്. ബോത്ത് സീക്വൻസ് ആർ കൺവേർജന്റ് ആൻഡ് ദേ കൺവേർജ് ടു സെയിം വാല്യൂ. Thus, the sequence Sn of partial sum converges. Hence, alternating harmonic series is convergent. അപ്പം മൊണോട്ടോണും ബൗണ്ടഡും ആയതുകൊണ്ട് കൺവേർജന്റ് എന്ന് പറഞ്ഞു. ഒന്ന് ഇൻക്രീസിങ് ഒന്ന് ഡിക്രീസിങ് ആണ്. പക്ഷെ രണ്ട് മൊണോട്ടോൺ ആയതുകൊണ്ട് രണ്ട് സീക്വൻസും കൺവേർജന്റ് ആണ്. ഓക്കെ, അത് ഒരേ പോയിന്റിലോട്ട് തന്നെ കൺവേർജ് ചെയ്യും. അതുകൊണ്ട് അത് കൺവേർജന്റ് ആണ്. അടുത്ത തിയറം, കമ്പാരിസൺ ടെസ്റ്റ് ഓഫ് കൺവേർജന്റ് സീരീസ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് കമ്പാരിസൺ ടെസ്റ്റ് ഓഫ് കൺവേർജന്റ് സീരീസ് എന്ന് ചോദിക്കാം. അപ്പൊ നോക്കിയേ, ലെറ്റ് എക്സ് ഈക്വൽ സീക്വൻസ് xn and y equal sequence yn be a real sequence. Suppose that 0 less than equal to xn less than equal to yn for all n greater than equal to k. അപ്പൊ ഇവിടെ കണ്ടീഷൻ നോക്കെ, ഇവിടെ ഒരു 0 less than or equal to കമ്പൽസറി ആണ്. അതില്ല എങ്കിൽ ഇത് തെറ്റും. ഇപ്പൊ xn yn വലുത് കൺവേർജന്റ് ആണെങ്കിൽ ചെറുത് കൺവേർജന്റ്, ചെറുത് ഡൈവേർജന്റ് ആണെങ്കിൽ വലുത് ഡൈവേർജന്റ്. നമ്മൾ ഓൾറെഡി സീക്വൻസിനകത്ത് ഈ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കിയേ, സിഗ്മ yn സിഗ്മ xn. അപ്പം വലുത് കൺവേർജന്റ് ആണെങ്കിൽ ചെറുത് കൺവേർജന്റ്, ചെറുത് ഡൈവേർജന്റ് ആണെങ്കിൽ വലുത് ഡൈവേർജന്റ്. സിഗ്മ yn കൺവേർജന്റ് ആണെങ്കിൽ സിഗ്മ xn കൺവേർജന്റ്, സിഗ്മ xn ഡൈവേർജന്റ് ആണെങ്കിൽ സിഗ്മ yn ഡൈവേർജന്റ്. അപ്പൊ അതിന്റെ പ്രൂഫ് നോക്കി, സിമ്പിൾ ആണ്. അസ്യൂം ദാറ്റ് സിഗ്മ yn കൺവേർജസ്. അപ്പൊ കോഷി ക്രൈറ്റീരിയ വെച്ച് എന്ത് പറയാം, ഒരു എപ്സിലോൺ തന്നാൽ ഒരു എം കണ്ടുപിടിക്കാൻ സാധിക്കും. yn plus 1 plus yn plus 2 plus etc plus ym less than epsilon for all n comma m greater than or equal to m. അവിടെ m ആണ് വലുത്. അപ്പൊ സുപ്രമത്തിനേക്കാൾ ക്യാപിറ്റൽ എം കെ, അതിന്റെ സുപ്രമത്തേക്കാൾ വലുതായ എം എങ്കിൽ നമുക്ക് എന്തോ എഴുതാം, ഇതിന് തൊട്ട് മുമ്പ് നോക്കി xn ലെസ് ദാൻ or equal to yn എന്നാ പറഞ്ഞത്. അപ്പം yn പ്ലസ് 1ന് എന്താ പറയാ, xn പ്ലസ് 1 എന്ന് പറയാലോ. അപ്പൊ xn പ്ലസ് 1 പ്ലസ് xn പ്ലസ് 2 എക്സെട്ര xm ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇതിങ്ങനെ പറയാലോ. അത് ലെസ് ദാൻ എപ്സിലോൺ. അപ്പൊ ഈ ടേം ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കുമല്ലോ. ഓക്കെ, വീണ്ടും കോഷി ക്രൈറ്റീരിയ അപ്ലൈ ചെയ്യുമ്പോൾ എന്തോ സിഗ്മ xn കൺവേർജന്റ് ആണ്. ഇനി അസ്യൂം ദാറ്റ് സിഗ്മ xn ഡൈവേർജസ്, സിഗ്മ yn ഡൈവേർജസ് എന്നാ പ്രൂവ് ചെയ്യണത്. അതിനുവേണ്ടി കോൺവേഴ്സ് ആയിട്ട് സിഗ്മ yn കൺവേർജന്റ് ആണെന്ന് അസ്യൂം ചെയ്തു. അപ്പൊ എന്താ പറയാ, ബൈ 1 വെച്ചിട്ട് സിഗ്മ xn കൺവേർജന്റ് ആണ്, പക്ഷെ സിഗ്മ xn ഡൈവേർജന്റ്. അപ്പൊ കോൺട്രഡിക്ഷൻ എത്തി, അസംപ്ഷൻ തെറ്റാണ്. അതുകൊണ്ട് സിഗ്മ yn ഡൈവേർജസ് ആണ്. അടുത്ത ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഓഫ് കൺവേർജന്റ് സീരീസ്. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ട് വായിക്കണം.
Suppose that x equals sequence xn and y equals sequence yn are strictly positive sequences. ഓരോ വാക്കുകളും ശ്രദ്ധിച്ച് വായിക്കുക. Strictly positive sequences and suppose that r equal limit xn by yn exist. ഓക്കെ, r 0 അല്ല എങ്കിൽ സിഗ്മ എക്സനും സിഗ്മ വൈനും ബിഹേവ് ലൈക്ക് എന്ന് വെച്ചാൽ ഒന്ന് കൺവേർജ് ചെയ്താൽ മറ്റേത് കൺവേർജ് ചെയ്യും, ഒന്ന് ഡൈവേർജ് ചെയ്താൽ മറ്റേ ഡൈവേർജ് ചെയ്യും. അതാണ് ഇഫ് ആൻഡ് ഓൺലി. r 0 അല്ലെങ്കിൽ, ഇനി r 0 ആണെങ്കിൽ സിഗ്മ വൈ എൻ കൺവേർജന്റ് ആണെങ്കിൽ സിഗ്മ എക്സനും കൺവേർജന്റ്, അതായത് ഡിനോമിനേറ്ററിലല്ലേ വൈ എൻ, അത് കൺവേർജന്റ് ആണെങ്കിൽ മേളിലുള്ളത്. സിഗ്മ വൈ എൻ കൺവേർജന്റ് ആണെങ്കിൽ സിഗ്മ എക്സനും കൺവേർജന്റ് ആയിരിക്കും. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. എക്സനും വൈ എനും രണ്ട് സ്ട്രിക്ട്ലി പോസിറ്റീവ് സീക്വൻസ് ആണ്. എക്സൻ ബൈ വൈ എൻ്റെ ലിമിറ്റ് 6. 0 അല്ല എങ്കിൽ ബിഹേവ് ലൈക്ക്, ആണെങ്കിൽ സിഗ്മ വൈ എൻ കൺവേർജ് സിംപ്ലൈ സിഗ്മ എക്സൻ കൺവേർജ്. അതിന്റെ പ്രൂഫ് നോക്കിയേ. r ഈക്വൽ ലിമിറ്റ് എക്സൻ ബൈ വൈ എൻ 0 ആകുന്നില്ല. ലിമിറ്റ് xn by yn equal to r ആയതുകൊണ്ട് there exists k such that എന്താ പറയാ 1/2 r less than or equal to xn by yn less than or equal to 2r. പറയാമോ? എന്തുകൊണ്ട് പറയാം? xn by yn ന്റെ ലിമിറ്റ് r എന്ന് വെച്ചാൽ r ഒരു നൈബർഹുഡിലാണ് ഇതിന്റെ കുറെ ടേംസ് ഇരിക്കുന്നതെന്നല്ലേ. r ഒരു നൈബർഹുഡ് അല്ലയോ? r/2 2r അതിന്റെ ഇടയ്ക്ക് ഇതിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതിലെ ഇത് മാത്രം ലെഫ്റ്റിലുള്ള r/2 ലെസ് ആൻ or equal to yn by xn by yn, ആ yn ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? r/2 yn ലെസ് ആൻ or equal to xn. അപ്പൊ കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കാം. വലുത് കൺവേർജന്റ് ആണെങ്കിൽ ചെറുത് കൺവേർജന്റ്. അപ്പൊ സിഗ്മ എക്സൻ കൺവേർജന്റ് ആണെങ്കിൽ സിഗ്മ വൈ എൻ കൺവേർജന്റ്. ഇനി ഇവിടുത്തെ റൈറ്റിലുള്ള എടുത്താൽ എന്ത്? ഈ വൈ എൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ xn ലെസ് ആൻ or equal to 2r yn. അവിടെയും കമ്പാരിസൺ ടെസ്റ്റ്. എന്താ പറയാ? ചെറുത് ഡൈവേർജന്റ് ആണെങ്കിൽ വലുത് ഡൈവേർജന്റ്. അപ്പൊ സിഗ്മ എക്സൻ ഡൈവേർജന്റ് ആണെങ്കിൽ സിഗ്മ വൈ എൻ ഡൈവേർജന്റ്. അപ്പൊ അത് തിരിച്ചെന്താ പറയാ? സിഗ്മ വൈ എൻ കൺവേർജന്റ് ആണെങ്കിൽ സിഗ്മ എക്സനും കൺവേർജന്റ്. ഓക്കെ, വലുത് കൺവേർജന്റ് ആണെങ്കിൽ ചെറുത് കൺവേർജന്റ്, അതുപോലെ തന്നെ. അപ്പൊ ഇഫ് ആൻഡ് ഓൾ ഇഫ് കിട്ടി. ഇനി ഈക്വൽ ടു 0 ആണെങ്കിൽ, r ഈക്വൽ ടു 0 ആണെങ്കിൽ, അതായത് ലിമിറ്റ് xn ബൈ yn ഈക്വൽ ടു 0 വന്നാൽ there exists k such that 0 ലെസ് ആൻ xn ലെസ് ആൻ equal to y. ഇത് തന്നിട്ടുണ്ട്. കമ്പാരിസൺ ടെസ്റ്റ് വെച്ച് എന്താ പറയാ? സിഗ്മ വൈ എൻ കൺവേർജസ് ഇംപ്ലൈസ് സിഗ്മ എക്സൻ കൺവേർജസ്. കമ്പാരിസൺ ടെസ്റ്റിനകത്ത് പറഞ്ഞു വലുത് കൺവേർജന്റ് ആണെങ്കിൽ ചെറുത് കൺവേർജന്റ്, അത് തന്നെ ഉള്ളൂ. ഓക്കെ, ഇനി കുറച്ച് എക്സാമ്പിൾസ് ആണ്. ദ സീരീസ് സിഗ്മ 1/n² പ്ലസ് n കൺവേർജസ്. അപ്പൊ അത് ചെയ്ത് നോക്കിയേ. 1/n² പ്ലസ് n അത് 0യേക്കാൾ വലുതാ, ലെസ് ദാൻ 1/n². ഇത് വലുത് സിഗ്മ 1/n² കൺവേർജന്റ്. അപ്പൊ കമ്പാരിസൺ ടെസ്റ്റ് വെച്ച് ഇതും കൺവേർജസ് ആണ്. ചെയ്തേക്കുന്ന രീതി മനസ്സിലായോ? സിഗ്മ 1/n² മൈനസ് n പ്ലസ് 1 കൺവേർജസ് ആണ്. അപ്പം xn ആയിട്ട് ഈ തന്നേക്കുന്ന എടുത്തു, yn ആയിട്ട് ഇതെടുത്തു. xn ബൈ yn ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇങ്ങനെ കിട്ടും. അതിന്റെ ലിമിറ്റ് എടുത്താൽ 1 കിട്ടും. അപ്പൊ ലിമിറ്റ് കമ്പാരിസൺ വെച്ച് എന്താ പറയാ? ഇതിന്റെ ലിമിറ്റ് 0 അല്ല, അല്ലാത്തതുകൊണ്ട് ബിഹേവിയറിലേക്ക് ഇത് കൺവേർജസ്, അപ്പൊ ഇതും കൺവേർജസ്. ഇനി അടുത്ത് നോക്കിയാൽ സിഗ്മ 1/√n പ്ലസ് 1 ഡൈവേർജന്റ് ആണ്. അപ്പൊ xn ആയിട്ട് തന്നേക്കുന്നത്. yn ആകുമ്പോൾ ഇത് കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുക 1/√n. ഇനി xn ബൈ yn, അതിന്റെ ലിമിറ്റ് 1 ആണ്, 0 അല്ല. സിഗ്മ 1/√n ഡൈവേർജന്റ്, പി ടെസ്റ്റിനകത്ത് 1/2 ഇടും. അപ്പം ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് വെച്ച് ബിഹേവിയറിലേക്ക്, അപ്പൊ ഇതും ഡൈവേർജസ് ആണ്. അടുത്ത് നോക്കിയ സിഗ്മ 1/n² കൺവേർജ്. നമുക്കറിയാം ഒരു ഐഡന്റിറ്റി ആണ്, ഓർത്തിരുന്നതാണ്, ഇൻഇക്വാളിറ്റി ആണ്.
n സ്ക്വയർ ലെസ് ദാൻ n ഫാക്ടോറിയൽ ഫോർ n ഗ്രേറ്റർ ദാൻ or equal to 4. അപ്പൊ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/n ഫാക്ടോറിയൽ ലെസ് ദാൻ 1/n സ്ക്വയർ. അപ്പൊ നോക്കിയേ, വലുത് കൺവേർജന്റ് ആണെങ്കിൽ ചെറുത് കൺവേർജന്റ്. സിഗ്മ 1/n സ്ക്വയർ കൺവേർജന്റ്. അപ്പൊ കമ്പാരിസൺ ടെസ്റ്റ് വെച്ച് ഇതും കൺവേർജന്റ് ആയിരിക്കും. ഇനി ഒരു തിയറം ഉണ്ട്, കോഷി കണ്ടൻസേഷൻ ടെസ്റ്റ്. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് മതി. ലെറ്റ് സിഗ്മ an be the series such that sequence an is a decreasing sequence of strictly positive numbers. Then sigma an converges if and only sigma 2 power n a 2 power n converges. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ, ഒരു സീരീസ് തന്നിട്ടുണ്ട് an എന്ന് വിചാരിച്ചു. അതിന്റെ കറസ്പോണ്ടിങ് സീക്വൻസ് ഒരു ഡിക്രീസിങ് സീക്വൻസ് ആണ്, പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും, സ്ട്രിക്ട്ലി പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ കറസ്പോണ്ടിങ് സീരീസ് കൺവേർജസ് if and only if സിഗ്മ 2 power n a 2 power n കൺവേർജസ്. എന്നിന്റെ അവിടെ 2 power n ഇട്ട് കൊടുക്കുക, ഒരു 2 power n കൊണ്ട് മൊത്തത്തിൽ ഇൻറ്റു ചെയ്യും. ഓക്കെ, കൺവേർജസ് ആയിരിക്കും. അത് വെച്ച് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. ഈ ലോഗിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴെല്ലാം നമ്മൾ ഇതാ ഉപയോഗിക്കുന്നത്, കണ്ടൻസേഷൻ ടെസ്റ്റ്. അപ്പൊ സ്റ്റേറ്റ് കോഷി കണ്ടൻസേഷൻ ടെസ്റ്റ് എന്ന് എ പാർട്ടിൽ ചോദിക്കാം. അപ്പൊ സ്റ്റേറ്റ്മെന്റ് പഠിച്ചോണേ. ലെറ്റ് സിഗ്മ an be the series such that sequence an is a decreasing sequence of strictly positive numbers, then sigma an converges if and only if sigma 2 power n a 2 power n converges. Question നോക്കി, show that sigma 1/n log n diverges. അപ്പൊ നമ്മൾ സിഗ്മ an ആയിട്ട് സിഗ്മ 1/n log n ആയിട്ട്, അപ്പം സിഗ്മ 2 power n a 2 power n എന്താ വരും, സിഗ്മ 2 power n ഇൻറ്റു എന്നിന്റെ അവിടെ 2 power n കൊടുക്കുമ്പോൾ 1/2 power n log 2 power n. അപ്പൊ 2 power n 2 വെട്ടിപ്പോയി, സിഗ്മ 1/n log 2 which is less than സിഗ്മ 1/n ആയിരിക്കും. ഓക്കെ, ഇനി വലുത് സിഗ്മ 1/n ഡൈവേർജസ് അല്ലേ, നോക്കിക്കേ, 1/n log 2 1/n ഏതാ വലുത്? ഡിനോമിനേറ്റർ കൂടുമ്പോൾ ആൻസർ കുറയും. അപ്പൊ ഇതാണ് ചെറുത്, ഇത് വലുത്. അപ്പൊ സിഗ്മ 1/n ഡൈവേർജസ് ആണ്, അതുകൊണ്ട് സിഗ്മ 1/n log n ഡൈവേർജസ് ആയിരിക്കും.